Hi everyone, welcome back to our channel Aspiram Education. This is Dr. Fausia Ahmed. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കേരളത്തിലെ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ്, അതായത് കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് നഴ്സിംഗ് കോളേജുകളിലേക്ക് അഡ്മിഷൻസ് നേടാനായിട്ട് എന്തൊക്കെ പ്രൊസീജിയർ ആണ്, അതുപോലെ തന്നെ എവിടേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, അതിനെ പറ്റിയൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. LBS ത്രൂ, അതായത് കേരളത്തിൽ 2025-2026 അപ്രൂവ്ഡ് കോളേജിന്റെ ലിസ്റ്റ് പ്രകാരം LBSൽ 122 കോളേജുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജസ് ഏകദേശം 104 കോളേജസ് ആണ് വരുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും അല്ലെങ്കിൽ പേരൻസും കൂടുതലും അറിഞ്ഞിരിക്കുന്നത് LBS ത്രൂ ആണ് എല്ലാ കോളേജുകളിലും നമ്മുടെ BSc നഴ്സിംഗിന് കേരളത്തിൽ അഡ്മിഷൻസ് നടക്കുന്നതെന്നുള്ളത്. ഇപ്പോൾ പ്രൈവറ്റ് ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും എല്ലാം. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല. പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ്, അതായത് നമ്മൾ മാനേജ്മെൻറ്റ് സീറ്റ് നഴ്സിംഗ് കോളേജുകളിലേക്ക് അഡ്മിഷൻസിനായിട്ട് LBS ത്രൂ അഡ്മിഷൻസ് നടക്കാറുണ്ട്. അതുപോലെ തന്നെ LBS പോലെ തന്നെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള വേറെ മറ്റ് റെക്കഗ്നൈസ്ഡ് അസോസിയേഷൻസും അഡ്മിഷൻസ് നടത്താറുണ്ട്. അതുപോലത്തെ 2 അസോസിയേഷൻസ് ആണ്, ഒന്ന് PNC MAC, 2 AMCS FNCK എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു അസോസിയേഷൻ. PNC MACന്റെ അണ്ടറിൽ വരുന്നത് 66 കോളേജുകളാണ്. അതായത് ഞാൻ 2025-2026 കണക്ക് പ്രകാരമാണ് പറയുന്നത്. PNC MACന്റെ അണ്ടറിൽ 66 കോളേജും AMCS FNCKയുടെ അണ്ടറിലായിട്ട് 35 കോളേജുകളുമാണ് വരുന്നത്. ഈ ഒരു സംഘടനയിലും ഉൾപ്പെടാത്ത രീതിയിൽ കുറച്ച് കോളേജസും കൂടിയുണ്ട്. അതിൻ്റെ ലിസ്റ്റ് നമുക്ക് വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ കേട്ടപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഓൾറെഡി LBSൽ ഈ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ എല്ലാം അഡ്മിഷൻസ് നടക്കുന്നുണ്ടല്ലോ, ഗവൺമെൻറ് ആണെങ്കിലും എല്ലാ പ്രൈവറ്റ് കോളേജിൻ്റെ ആണെങ്കിലും നടക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ എന്തിനു വീണ്ടും PNC MAC അല്ലെങ്കിൽ AMCS FNCK പോലെയുള്ള ഇതിൽ വീണ്ടും അപ്ലൈ ചെയ്യണം എന്നുള്ളത്. അതിൽ ഒരു കാര്യമുണ്ട്. അതായത് ഈ LBS എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു സീറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ തന്നെ നോക്കാം. ഇപ്പോൾ LBSൽ ഞാൻ പറഞ്ഞല്ലോ, ടോട്ടലി 122 കോളേജാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അതിൽ തന്നെ 7 കോളേജ് കംപ്ലീറ്റ്ലി ഗവൺമെൻറ് കോളേജുകളാണ്. അപ്പോൾ ഈ കംപ്ലീറ്റ്ലി ഗവൺമെൻറ് കോളേജുകളുടെ അഡ്മിഷൻസ് വേറെ ഒരു സംഘടനയോ അല്ലെങ്കിൽ വേറെ ഒരു അസോസിയേഷനിലോ പെടാതെ ഒൺലി LBS ത്രൂ മാത്രമാണ് അഡ്മിഷൻസ് നടക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് 4 കോളേജസ് അണ്ടർ സിമെറ്റ്, അതായത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ആൻഡ് ടെക്നോളജിയുടെ അണ്ടറിൽ വരുന്ന 4 കോളേജുകൾ. ഈ 4 കോളേജുകളും LBS ത്രൂ തന്നെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ മലബാർ ക്യാൻസർ സെൻറ്ററിൽ അണ്ടറിലുള്ള ഒരു കോളേജ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ CPASന് അണ്ടറിലുള്ള 6 കോളേജുകളാണ്. അപ്പോൾ ഈ CPASന് അണ്ടറിലുള്ള 6 കോളേജുകളും LBS ത്രൂവും അതുപോലെ തന്നെ CPASന് അണ്ടറിലും അഡ്മിഷൻസ് നടക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ എബോ പറഞ്ഞ 18 കോളേജുകളല്ലാണ്ട് ബാക്കി വരുന്ന പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ടല്ലോ, അപ്പോൾ അവിടേക്ക് LBS ത്രൂ അഡ്മിഷൻസ് നടക്കാറുണ്ട്. അതുപോലെ തന്നെ PNC MACും AMCS FNCKയുടെ അണ്ടറിലും അഡ്മിഷൻസ് നടക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കോളേജിൽ 60 സീറ്റ് ഉണ്ടെന്ന് കൂട്ടിക്കോ. ഈ 60 സീറ്റിൽ 50% സീറ്റും LBSലേക്കായിരിക്കും പോകുന്നത്, അതായത് LBS അലോട്ട്മെന്റിലേക്ക് പോകും. ബാക്കി 50% സീറ്റ് എങ്ങോട്ടേക്കാണെന്ന് വെച്ചാൽ PNC MACന്റെ അണ്ടറിലുള്ള കോളേജുകളാണെങ്കിൽ ആ കോളേജിന്റെ 50% മാനേജ്മെന്റ് സീറ്റും PNC MACലേക്ക് പോകും. ഈ 50%ൽ 15% സീറ്റുകളായിരിക്കും NRI കോട്ടയിലേക്ക് മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് AMCS FNCKയിൽ നടക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് വേറെയും ഒരു ഡൗട്ട് നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടായിരിക്കും, LBSൽ അപ്ലൈ ചെയ്തു, ഇനി 50% സീറ്റ് അല്ലേ ഉള്ളൂ PNC MACൽ, അല്ലെങ്കിൽ 50% അല്ലേ ഉള്ളൂ AMCS FNCKയിലും, നമ്മൾ മറ്റുള്ള LBSൽ അപ്ലൈ ചെയ്താൽ മാത്രം മതിയല്ലോ എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല. LBSൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി ടൈറ്റ് കോമ്പറ്റീഷനാണ്. LBS കുറച്ചും കൂടി സെൻട്രലൈസ്ഡ് ആണ്, അതായത് എല്ലാ കോളേജുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുകയാണ്. LBSൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ തന്നെ തീർച്ചയായും നിങ്ങൾക്ക് +2ൽ 94-95% മിനിമം മാർക്ക് പെർസെൻറ്റേജ് ഉള്ള കുട്ടികൾക്കായിരിക്കും LBS ത്രൂ അഡ്മിഷൻ കിട്ടുന്നത്. എന്നാൽ PNC MAC നോക്കിക്കഴിഞ്ഞാൽ ഇൻഡെക്സ് മാർക്ക് കുറച്ചും കൂടി കുറവുള്ള കുട്ടികൾ, അതായത് നമുക്കൊരു 90-92% മാർക്കുള്ള കുട്ടികൾക്ക് PNC MACൽ അഡ്മിഷൻ കിട്ടാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ PNC MAC നിങ്ങൾ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു 94-95% മാർക്ക് ഉണ്ടെങ്കിൽ യു ക്യാൻ യൂഷ്വലി പ്രിഫർ ഫോർ LBS തന്നെ പ്രിഫർ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്ക് കുറച്ചും കൂടി കുറവാണെങ്കിൽ യു ഷുഡ് തിങ്ക് അബൌട്ട് PNC MAC ഓൾസോ. ഇനി നമ്മൾ AMCS FNCK നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സംഘടനയെന്ന് പറയുന്നത് കൂടുതലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കോളേജുകളാണ്. സോ അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ സ്റ്റുഡൻസിനാണ് അപ്ലൈ ചെയ്യാൻ കുറച്ചും കൂടി മുൻഗണന. എല്ലാ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാം, മുസ്ലിംസ് ആയിക്കോട്ടെ ഹിന്ദുസ് എല്ലാ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. പക്ഷേങ്കിൽ ഈ കോളേജുകളിലെല്ലാം സീറ്റ് റിസർവേഷൻ കൂടുതൽ
ക്രിസ്ത്യൻ കുട്ടികൾക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാറ്റഗറി കുട്ടികളായിരിക്കും കുറച്ചും കൂടി ഇതിന് അപ്ലൈ ചെയ്യാൻ. എന്നാൽ മറ്റുള്ള കുട്ടികൾക്കും കിട്ടാൻ ചാൻസ് ഉണ്ട്, ഇല്ലെന്നല്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടി കാണുമല്ലോ എങ്ങനെയാണ് കേരളത്തിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അഡ്മിഷൻസ് കണ്ടക്ട് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ ആരൊക്കെയാണ് LBS മാത്രം അപ്ലൈ ചെയ്താൽ മതിയോ അതോ PNC മാക്കിലേക്കൊക്കെ മൂവ് ചെയ്യണോ എന്നുള്ളത് നിങ്ങളുടെ മാർക്ക് പെർസെൻറ്റേജ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ കിട്ടും. എപ്പോഴും നിങ്ങൾ ലാസ്റ്റ് ഇയർ ഇൻഡെക്സ് മാർക്കും ലാസ്റ്റ് ഇയറിലുള്ള നഴ്സിംഗ് അഡ്മിഷൻസ് ലാസ്റ്റ് പോയ മാർക്സും ഒക്കെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് മാത്രം നിങ്ങൾ എന്തിലേക്ക് അപ്ലൈ ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. കഴിഞ്ഞു പോയ വീഡിയോയുടെ എല്ലാം കമൻറ്റ് സെക്ഷനിൽ നമുക്ക് മനസ്സിലായത് ഒരുപാട് കുട്ടികൾക്കും പേരൻസിനും, പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള പേരൻസിന് എങ്ങനെയാണ് അഡ്മിഷൻ പ്രൊസീജിയർ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എന്തിനൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വലിയ ഐഡിയ ഇല്ലെന്ന് നമുക്ക് ആ കമൻസിൽ നിന്നും അതുപോലെ തന്നെ എൻക്വയറീസിൽ നിന്നും മനസ്സിലായി. സോ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും പേരൻസിന് വേണ്ടിയിട്ടും നമ്മളൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ജോയിൻ ആകാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ആകാൻ നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്, അതുപോലെ നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അറിയിപ്പുകൾ വന്നാൽ നമ്മൾ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എപ്പോഴേക്കായിരിക്കും നമ്മൾ ഈ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്, അതുപോലെ എന്തൊക്കെ എക്സാംസ് ആണ്, അതുപോലെ കോളേജ് ഡീറ്റെയിൽസുകൾ, അതൊക്കെ നമ്മൾ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് അയച്ചാൽ മതി, നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ആവുന്നതായിരിക്കും. ഇറ്റ്സ് നോട്ട് എ ഗ്രൂപ്പ്, അതൊരു കമ്മ്യൂണിറ്റിയാണ് കേട്ടോ, വാട്സപ്പ് കമ്മ്യൂണിറ്റിയാണ്. ഗ്രൂപ്പിൽ ആരൊക്കെയാണുള്ളതെന്നുള്ളത് തമ്മിൽ ആർക്കും അറിയില്ല, ജസ്റ്റ് അഡ്മിൻസിന് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.